നമസ്കാരം. നമസ്കാരം. ഈസ്റ്റർ ദിന ആശംസകൾ. ആശംസകൾ. ഇങ്ങനെ ഉയർപ്പൊക്കെ ആയോ? ഉയർപ്പായി ആയി. പിന്നെ എന്നോണ്ട് അതായിരിക്കുന്നു. അല്ല, ഞാൻ ഈ ഉയർപ്പ് ദിനത്തിൽ പ്രധാനമായിട്ട് ചിന്തിച്ചതേ നമ്മുടെ സർക്കാർ സാമ്പത്തികമായി ഉയർത്തെഴുന്നേൽക്കുമോ, അതാണ് ഈ ഏറ്റവും വലിയ ആശങ്ക. ഇന്ന് വരെ വലിയ സന്തോഷത്തിലാണ്. നമ്മൾ ഉയർത്തിട്ട് കാര്യമല്ലോ. അല്ല, നമ്മുടെ സർക്കാർ ജീവനക്കാർ ഇന്ന് വരെ വലിയ സന്തോഷത്തിലാണ്. പക്ഷെ നാളത്തെ വലിയ വിഷയമുണ്ട്. നാളെ ശമ്പളം കിട്ടുമോ? കഴിഞ്ഞ പ്രാവശ്യം തന്നെ 3-4 ദിവസം മുടങ്ങിയപ്പോൾ വലിയ പ്രതിസന്ധിയായിരുന്നു. ശമ്പളത്തിൽ ഇത്രയും ഇന്നേ വരെ കേരളത്തിൽ അത്തരം സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും മുണ്ട് മുറുക്കി കൊടുക്കണമെന്നൊക്കെ നിരന്തരമായി നമ്മൾ കേട്ടോ. ഞാൻ ഇന്ന് മുണ്ട് കൊടുക്കാനുള്ള കാരണം അതാണ്. ഇന്ന് മുണ്ട് കൊടുക്കാനുള്ള നാളെ വരെ മുണ്ട്. പിന്നെ എനിക്കാകെ ധൈര്യം, ഞാൻ സർക്കാർ ജീവനക്കാരനല്ലാന്ന്. സർക്കാരിന്റെ പൈസ മേടിക്കേണ്ട ഒരു ഗതികേട് എനിക്ക്. ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയാലേ നിരത്തിൽ എന്തെങ്കിലും നടക്കും. അതൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും ഈ സർക്കാർ ജീവനക്കാര് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശമ്പളം കൂടുതലാണെന്നുള്ളൊരു വിശ്വാസിയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ശമ്പളം എടുക്കുന്ന ജോലിയേക്കാൾ 3 ഇരട്ടി ശമ്പളം ഇപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നുണ്ടെന്നും അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ മാത്രം വലിയ ആഡംബരത്തിൽ ജീവിക്കുകയാണെന്നൊരു അഭിപ്രായക്കാരാണ് ഞാൻ. അപ്പോൾ ഈ വിഷയങ്ങളെ ശരിക്കും അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയം പറഞ്ഞു നിന്ന് കാലി എടുക്കണ്ട, ഇരുന്ന് വർത്തമാനം. ഓക്കെ, താങ്ക് യു. ഈ ഈസ്റ്ററായിട്ട് യാത്ര ഒന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഈ ചൂടിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. 2 ചൂടാണല്ലോ. ഇലക്ഷൻ ചൂട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ പിന്നെ ശരിക്കുള്ള ചൂട്. പിന്നെ അതിന്റെ പുറമെയാണ് ഇപ്പൊ ഈ സാമ്പത്തിക ചൂട്. ആശങ്ക, നമുക്കിപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ സർക്കാർ ജീവനക്കാരാണല്ലോ എല്ലാ കാലത്തും ഇലക്ഷന്റെ പരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു നിർണായകമായ ഘടകം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരാണ്. ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാരെ യഥാർത്ഥത്തിൽ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഓരോ സർക്കാരുകളും പലപ്പോഴായിട്ട് അവർക്ക് പിന്നെ ചിലത് അരിയേഴ്സ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ശമ്പള വർധനവ് ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ധനകാര്യ കമ്മീഷനൊക്കെ പലപ്പോഴും ഈ ശമ്പള വർധനവ് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ സർക്കാർ അതിനൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് പലപ്പോഴായിട്ട് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ലീവുകൾ കൂടുതൽ കൂട്ടിക്കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പ്രീണന നയങ്ങളാണ് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡില് സമുദായ നേതാക്കളെ ലീവൊക്കെ കൊടുത്ത് പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഈ അവധികളുടെ ദിനങ്ങളുടെ എണ്ണം കൂട്ടി. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാതെ ഇപ്പം 120ഓളം സർക്കാർ തസ്തികകൾ നിർത്തലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓർമ്മയുടെ അറിയില്ല, ഒരു 10-15 വർഷം മുന്നേ ആയിരുന്നു അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ വെച്ചു. സമിതി പറഞ്ഞത് 120ഓളം 128 എൻ്റെ ഓർമ്മ, ഇത്രയും പോസ്റ്റുകൾ, അതായത് ഈ തസ്തികകൾ നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. പക്ഷെ ആ റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടായില്ല, നടപടികളൊന്നും ഉണ്ടായില്ല. അത്തരം കാര്യങ്ങളിലൊന്നും തീരുമാനം എടുക്കില്ല രാഷ്ട്രീയ. അത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അങ്ങനെ പ്രീണിപ്പിച്ചാണല്ലോ ഇവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാർ. ഇനിയിപ്പോൾ നമ്മൾ നോക്കിയാൽ സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഭയങ്കര പ്രതിസന്ധിയാണ്, കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ആലോചിക്കുക, എല്ലാ തരത്തിലുള്ള സർക്കാർ ഈ സ്പോൺസേർഡ് ദൂർത്തുകളും അതിൻ്റെ വഴിക്ക് തന്നെ പോവുകയാണ്. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത് എനിക്കത് മനസ്സിലാകാതെ. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? ഒരു സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്കും അനാവശ്യമായ ഒരുപാട് ചിലവുകൾ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് കാശില്ല എന്ന് പറയാം, ശമ്പളം മുടങ്ങുക. KSRTCക്കാർക്ക് ശമ്പളം മുടങ്ങിയപ്പോൾ ബാക്കി സർക്കാർ ജീവനക്കാരൊക്കെ പ്രത്യേകിച്ചൊന്നും സങ്കടപ്പെട്ടില്ല. പക്ഷേ ഇപ്പം എല്ലാവർക്കും രോഗം മനസ്സിലായി, ഇത് കിട്ടാവുന്നുള്ള കുഴപ്പം എന്താണെന്നുള്ളത്. ഇനി ഇത് മാത്രമാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ സമസ്ത മേഖലകൾ. ഇപ്പം ഈ കേരളത്തിലെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിവാദമായ പെൻഷൻ വിവാദത്തിൽ പോലും ഈ ക്ഷേമ പെൻഷൻ ഇത് കൊടുക്കാൻ പറ്റാതെയല്ലേ? ഇതെന്തുകൊണ്ടാണ്? ധനകാര്യ മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന വലിയ തിരിച്ചടി. അല്ല, അത് ഇപ്പൊ ഇന്നലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ധനകാര്യ ഇവരുടെ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്നുണ്ടായ ഈ കൺസോർഷ്യത്തിനുണ്ടായ ഇടപെടലിലുണ്ടായ ചില പ്ലാനിങ് പ്രശ്നങ്ങളാണ്. ഈ സെസ്സുകൾ പിടിച്ചെടുക്കുന്നു, പല രീതിയിൽ സെസ്. ഇപ്പം നമുക്കറിയാം, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 രൂപ സെസ് ഏർപ്പെടുത്തി പെട്രോളിൽ. ഇത് കൃത്യമായി പിരിച്ചെടുക്കുന്നുണ്ട്. അത് കയ്യിൽ ഒരിക്കലും ആരും കടം പറയുന്നില്ല. സെസ് നാളെ തരാമെന്ന് ആരും പറയാറില്ല. സെസ് കൃത്യമായി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും 6 മാസക്കാലമായിട്ട് ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല. അതിന് ഭരണകക്ഷി എന്താ പറയുന്നത്? കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന, കേരളത്തിന് കിട്ടേണ്ട ധനവിഹിതം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ന്യായം. ഇത് തെറ്റാണ്.
ഇത് തെറ്റാണെന്ന് പലതവണ നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ വളരെ കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറയുകയുണ്ടായി, നമ്മുടെ ധനവിനിയോഗത്തിലുണ്ടായ പാളിച്ചകളാണ് നമ്മുടെ എല്ലാ അത് യഥാർത്ഥത്തിൽ നിർമ്മലാ സീതാരാമൻ പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം മിസ്മാനേജ്മെന്റ് ആണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സംശയമില്ലല്ലോ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ഇതിനെ കുറിച്ചിട്ട് ആരും ഒന്നും പറയില്ല. പരിഹാരം നമ്മൾ തന്നെ ഇതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ നമ്മൾ അറിയുന്നതാണല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ വൈദ്യുതി ബോർഡിൽ പ്രതിസന്ധി പറയും. വൈദ്യുതി ബോർഡ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാനുണ്ട്. ആരാ പിരിച്ചെടുക്കുന്നത്? നമ്മളെ വീട്ടില് ഒരു ദിവസം വൈകിയതിന് ഫീസ് കൂടിയ ടീമാണ്. നമ്മൾ അടക്കാൻ എത്രയാണ്? 1280 രൂപ അടക്കാനുള്ളപ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി തുക അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾ പൈസ അടച്ചില്ല. ഒരു ഡേറ്റിൽ ഉണ്ടായ അപ്പൊ തന്നെ അവര് ഫ്യൂസ് ഊരിയിട്ട് പണം അടച്ചതിന് ശേഷം വിളിച്ചാൽ മതി, ഞങ്ങൾ പുനഃസ്ഥാപിച്ചു തരാന്നാ പറയുന്നത്. ഇത്ര കർശനമായ ഇത് കോടികളാണെന്ന് ഈ സർക്കാരല്ല എല്ലാ സർക്കാരുകളും ഒക്കെ പറയുന്നതാണ്. ഇത്ര കാശ് എന്താ പിരിക്കാത്ത? ആരാ പിരിക്കണ്ടേ? നമ്മളാണോ പിരിച്ചു കൊടുക്കണ്ടേ? അതുപോലെ തന്നെ അതും കേന്ദ്രമാണോ പിരിച്ചു കൊടുക്കുന്നത്? എന്താ ഇവരുടെ ഉത്തരവാദിത്വം? എന്താ ഇത് ഇത്തരത്തിലുള്ള ഇത് മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ, കിട്ടാനുള്ള പണം നമ്മൾ ഒരിക്കലും മേടിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല, കൊടുക്കാനുള്ള പണവും കൊടുക്കുന്നില്ല. ഇപ്പം ഈ നോക്കൂ, ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് യഥാർത്ഥത്തിൽ ഒരുപാട് ബില്ലുകൾ പാസ്സാക്കേണ്ടതുണ്ടായിരുന്നു. മിക്ക ബില്ലുകളും ഈ അടുത്ത കാലത്തൊന്നും പാസ്സാവില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഇപ്പൊ കരാറുകാരുടെ അവസ്ഥ, ഇപ്പം നമ്മൾ വിചാരിക്കും എല്ലാ കരാറുകാരും സമ്പന്നരാണ്. അല്ല, പല ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ കരാറെടുത്ത് എത്രയോ പൈസ കിട്ടാനുണ്ട്. അവരൊക്കെ പല സ്വർണവും പണയം വെച്ച് വീട് പോലും കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് പണം ഉണ്ടാക്കിയിട്ട് ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടത്തും. അപ്പോൾ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലർമാരും അതുപോലെ ചെയർമാൻമാരും ഒക്കെ നിരന്തരമായി ഇദ്ദേഹത്തെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ പണി തീർത്ത്. രാജ നേരത്തെ പറഞ്ഞ കറണ്ട് ചാർജിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെയാണ് ഓരോ തവണയും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ബസ് ചാർജുകൾ കൂട്ടുന്നു. ഈ ബസ് ചാർജ് കൂട്ടി നമ്മൾ കൊടുക്കുന്നു, പോകുന്നു. ഇപ്പോഴും ഇവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, KSRTCനെ സ്നേഹിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. പക്ഷെ KSRTC തിരിച്ച് സ്നേഹിക്കാറില്ല. അല്ല, ഞാൻ പറഞ്ഞത് അതിനനുസരിച്ചുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് തരുന്നുണ്ടോ? ഒന്നും തരുന്നില്ല. പൈസ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ? ഒരു വിൻഡോ ചീത്തയായാൽ പോലും അത് നന്നാക്കാതെ മഴ വന്നാൽ നമ്മൾ നനഞ്ഞിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇവര്. അപ്പൊ ഇത് ഏത് തരത്തിലാണ്? അപ്പൊ ഇതാരാണ് ഇതിന്റെ കുഴപ്പക്കാര്? നമ്മളാണോ കുഴപ്പക്കാര്? എല്ലാത്തിനും ഇങ്ങനെ കേന്ദ്രവും 57 തുടങ്ങിയതാണല്ലോ ഭരണവും സമരവും. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന ഞാൻ ചെറുപ്പത്തിൽ കേട്ട ഒരു മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. അതന്നെ പറഞ്ഞത്. അതാണോ പ്രധാന പ്രശ്നം? ഇവര് ചെയ്യേണ്ട നിരവധിയായ കാര്യങ്ങൾ ചെയ്യാതെ സാമ്പത്തിക പ്രതിസന്ധിയാന്ന് പറഞ്ഞ് ഇത് ആരോടോ പറയുന്നത്? ഇനി നമ്മളിത് ഏറ്റെടുക്കണോ? ഇപ്പോ എന്തെല്ലാം ദൂർത്താണ് ഓരോ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? എത്ര കോടികളാണ് ഒരു അനാവശ്യമായ കാര്യങ്ങൾക്ക്, അതായത് സാമാന്യ ജനത്തിന് ആവശ്യമെന്ന് തോന്നാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ തവണയും ചെലവാക്കിയിട്ടുണ്ട്. എത്ര ആഘോഷങ്ങളാണ് സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ എവിടെ നിന്നാ പൈസ? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തൊഴുത്ത് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അത്രയൊന്നും പൈസ ചെലവഴിച്ചില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് വന്നു, 31 ലക്ഷം രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അനാവശ്യമാണെന്ന് തോന്നുന്ന നിരവധിയായ ചെലവുകൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. ഇപ്പം കാർ വാങ്ങുന്നു, സ്പീക്കർക്ക് ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങുന്നു. അത് എല്ലാവരും അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോ പദ്ധതികൾ. 6 മാസത്തിലൊരിക്കൽ കർട്ടൻ മാറ്റുന്നു, പിന്നെ ടൈല് മാറ്റുന്നു. ഇനിയിപ്പോ നോക്കിയോ, മരപ്പട്ടി മുൻകൂറായി ജാമ്യത്തിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ മന്ത്രി അല്ല പുതിയ മന്ദിരം തന്നെ മുഖ്യമന്ത്രിക്ക് പണിതെന്ന് വരും. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതാണ്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒറ്റ കോംപ്ലക്സിൽ ഒറ്റ സ്ഥലത്ത് മന്ത്രിമാർക്ക് അപ്പാർട്ട്മെന്റുകൾ ഒറ്റ ഇതിൽ പണിത് കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നമില്ല? ഈ മുഖ്യമന്ത്രിയുടെ ഭവനം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ 1.25 കോടി രൂപയോളം ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ 1.25 കോടി രൂപ ഉണ്ടായിരുന്ന പുതിയൊരു ബിൽഡിംഗ് ഗംഭീര പണിയായിരുന്നു. അത് ചെയ്യാതെ ഇതിങ്ങനെ മൻമോഹൻ ബംഗ്ലാവിൽ ഇങ്ങനെ. എന്നോട് ഒരു ഇടതുപക്ഷത്തുണ്ടായ ഒരു മുൻ മന്ത്രി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. മന്ത്രിസഭ മാറി പുതിയ മന്ത്രി വരുന്നു. പുതിയ മന്ത്രി വരുമ്പോഴത്തേക്കും ആ മന്ത്രി അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കി മന്ത്രിമന്ദിരം നന്നാക്കിയാൽ ഈ ഇടത് പാർട്ടിയിലെ തന്നെ പുതിയ മന്ത്രി വരുന്നു. ഒരു മന്ത്രി വേണ്ടെന്ന് വെച്ച് പുതിയ മന്ത്രി വരുമ്പോഴത്തേക്കും പഴയ മന്ത്രി ഉപയോഗിച്ചിരുന്ന കട്ടണികൾ പോലെ മാറ്റാം. പിന്നെ പഴയ മന്ത്രി UDF ഒരു മന്ത്രി. അപ്പൊ ഈ ഓരോ മന്ത്രിമാർ മാറുമ്പോൾ ഇതിന്റെ കണക്കെടുപ്പുണ്ടാവും, സ്ഥാവര ജംഗമ വസ്തുക്കൾ. അപ്പോ ഇദ്ദേഹം തന്നെ എന്നോട് പറയണം, ഒരു മന്ത്രി ഈ ഫ്രിഡ്ജ് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഫ്രിഡ്ജാണ് മന്ത്രിമന്ദിരത്തിൽ വാങ്ങിയത്.
അത് കൊണ്ടുപോകാൻ വേണ്ടി വേറൊരു പഴയ ഫ്രിഡ്ജ് വാങ്ങി അവിടെ വെച്ചു. ഡമ്മി സാധനം വെച്ചിട്ടാണ്. ഇതൊക്കെ ആരാണ് ഇത് ഏത് രീതിയിലാണ് ഇവര് നമ്മളെ? മന്ത്രിമാരെ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോ പലപ്പോഴും സംസാരിക്കുന്നതാണ് ഈ വകുപ്പ് പിന്നെ ഇതിന്റെ തലവന്മാരുണ്ട്, അവര് IAS-കാരും IPS-കാരും അതുപോലെ തന്നെയുള്ള മറ്റ് ഇത്തരത്തിലുള്ള തലപ്പത്തിരിക്കുന്ന ആളുകൾ, അവർക്കും ഏതാണ്ട് ഇതേ സ്വഭാവമാണ്. നമ്മൾ വിചാരിക്കരുത് അവർ കുറച്ച്. അപ്പം എല്ലാ തരത്തിലും ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന എല്ലാ ആളുകളും എല്ലാവരും വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ ആയാലും ശരി, മുകളിലിരിക്കുന്ന ആരായാലും ശരി, ഇവരെല്ലാം ഇത്തരത്തിലുള്ള ദുഷ്ചെലവുകൾ കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ മുണ്ട് മുറുക്കണം എന്ന് ധനമന്ത്രി നമ്മളോട് ഇടക്കിടക്കെ പറയുന്ന സമയത്ത് നിർഭാഗ്യവശാൽ ഇവരാരും മുണ്ട് ഉടുക്കാത്തവരായതുകൊണ്ട് ഇവരാരും മുണ്ട് മുറുക്കാറില്ല. അതിന്റെ ആവശ്യമില്ല. ഇതിൽ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിട്ട് കളയുന്നു. പദ്ധതികൾ കൃത്യമായി മുന്നോട്ട് വെക്കുന്നു. നമുക്ക് ഓരോ ദിവസവും വേണ്ട എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ പണം ദുരുപയോഗം ചെയ്യാൻ പറ്റും, ഇതിനെ കുറിച്ചിട്ട് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. കേരള റോഡ് ടാക്സ് നമ്മൾ അടയ്ക്കുന്നു. അല്ല, നമ്മളെല്ലാം കൃത്യമായി റോട്ടിൽ കൂടെ നമുക്ക് മര്യാദയ്ക്ക് സഞ്ചരിക്കാം. ഇപ്പോൾ ഉള്ള വേറൊരു വിഷയം വരാൻ പോകുന്നത്, നമ്മൾ റോഡ് ടാക്സ് കൃത്യമായി അടക്കുമ്പോൾ തന്നെ നമ്മൾ ഇനി യാത്ര ചെയ്യണമെങ്കിൽ, ഇപ്പൊ എറണാകുളത്ത് നിന്ന് ചേർത്തല എത്തണമെങ്കിൽ നമ്മൾ എത്ര പൈസ കൊടുക്കണം വണ്ടിക്ക്? ഇനി പുതിയ പിന്നെ ഹൈവേ വരുന്നതോടുകൂടി എത്ര പൈസ കൊടുക്കേണ്ടി വരും? ഇതൊക്കെ വലിയ വിഷയമാണ്. അപ്പോൾ BOT റോഡുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ BOT പാലങ്ങളും BOT റോഡുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ പൈസ കൊടുക്കണം. ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കും. നമുക്കെന്ത് ഇങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊന്നും തരാനില്ല, നമ്മുടെ കയ്യിൽ ഒന്നും തരാനില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സർക്കാർ മാറിയിരിക്കുന്നു. ഇപ്പം സർക്കാർ ഇപ്പം പറയുന്നതാണ്, കോടികളാണ് ഇപ്പം തന്നെ കടമെടുത്തു കഴിഞ്ഞിട്ട്. ഈ കടമെടുത്താണ് ചെലവുകൾ നിർവഹിക്കുന്നത്. ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് 1 കോടി രൂപ എടുക്കുന്നു, നമ്മളൊരു വലിയ വ്യവസായത്തിന് വേണ്ടി എടുക്കുന്നത്. നമ്മളത് ലാഭകരമാവണമെന്ന് ആഗ്രഹിക്കില്ലേ? പക്ഷെ ഇത് വ്യവസായത്തിന് വേണ്ടിയല്ല, ഇത് ആഗ്രഹമില്ലല്ലോ, ചവച്ചരച്ച് കളയാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന പൈസയാണിത്. ഇങ്ങനെ ഇടിച്ചു തള്ളുകയാണ് കടം. എന്നിട്ടോ ന്യായങ്ങൾ എന്താണ് പറയുന്നത്? ഇപ്പം മുൻ ധനമന്ത്രി ആയിരുന്ന തോമസ് ഐസക്കിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ എല്ലാ തരത്തിലും കിഫ്ബി പിന്നെ മസാല ബോണ്ട് ഇറക്കിയിട്ട് പൈസ മേടിച്ചിരിക്കുന്നു, നമ്മളല്ലാത്ത തരത്തിലുള്ള വലിയ ലോണുകൾ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി പറയും, ലോൺ എടുക്കാതെ ഈ ആർക്കാണ് മുന്നോട്ട് പോകാൻ പറ്റുക? എന്ത് വികസന പ്രവർത്തനമാണ് ലോൺ എടുക്കാതെ നടപ്പിലാക്കാൻ പറ്റുക? അപ്പോൾ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ലോൺ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്. പക്ഷേ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, തോമസ് ഐസക്കിനോട് ഞാൻ ചോദിച്ചിട്ടുള്ളൂ, നമ്മൾക്ക് പണം തിരിച്ചു വരാത്ത മേഖലകളിൽ ഈ ലോൺ എടുത്തിട്ട് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ ഇതെങ്ങനെ നമുക്ക് പിന്നീട് തിരിച്ചടക്കാൻ പറ്റും? ഈ ലോൺ എങ്ങനെ തിരിച്ചടക്കാൻ പറ്റും? അത് നമുക്ക് വലിയ ബാധ്യതയായി മാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത്, അങ്ങനെ മാത്രം കരുതിക്കൊണ്ട് നമുക്കൊരു പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാൻ പറ്റില്ല. സർക്കാർ നോക്കിയാക്കില്ല. വർക്കലയിലെ ബീച്ചിൽ പാലം നടന്നു, ആർക്കും ഉത്തരവാദിത്വമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ സർക്കാർ വന്നപ്പോഴത്തേക്കും ടൂറിസം മന്ത്രി നടപ്പാക്കിയാണ് ഈ ഓരോ KTDC ഹോട്ടലിൽ പോയാൽ കാറിൽ കൊണ്ടുവന്ന് ട്രെയിൽ ഭക്ഷണം തരും. എവിടെ ഇപ്പൊ ആ പദ്ധതി എവിടെ? അതൊക്കെ ഇതൊക്കെ ഒരു അലങ്കാരത്തിന് വേണ്ടി കാരവൻ ടൂറിസം നടപ്പിലാക്കും എന്ന് പറഞ്ഞ ആളാണ്. എന്താണ് കാരവൻ ടൂറിസം എന്നോ അദ്ദേഹത്തിന്റെ സാധ്യതകളെ കുറിച്ചിട്ടോ അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാതെ ഇദ്ദേഹം വിചാരിക്കുന്നറിയാം. നമ്മുടെ ഇത്തരം ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന കോടികൾ ഇതൊന്നുമില്ല. എന്നിട്ട് കാര്യങ്ങൾ പിന്നെ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു പെൻഷന്റെ കാര്യം പറയുമ്പോഴേ ഇല്ല, കാശില്ല സർക്കാരിൻ്റെ കയ്യിൽ, സർക്കാർ പട്ടിണിയിലാണ്, നിങ്ങൾ മുണ്ടിമുറുക്കുന്നത്. നമ്മളെന്നും മുണ്ടിമുറുക്കി തന്നെ ജീവിക്കുന്നത്. ഇവിടെ ഒരു പറ്റം ഈ പറഞ്ഞ അമിത ശമ്പളം വാങ്ങുന്ന ആളുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ജീവനക്കാരും സാധാരണക്കാരും ഈ പറയുന്ന ഇവരെല്ലാവരും നമ്മളെ കളിയാക്കുന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെ മുണ്ടുമുറുക്കിട്ട് തന്നെ ജീവിക്കുന്നത്. അതെ, ഇപ്പൊ എല്ലാ ആളുകളും വളരെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് വലിയ സൗകര്യത്തിൽ ജീവിക്കുന്നവരുള്ളത്. ബാക്കി എല്ലാ ആളുകളും വലിയ കടപ്പുറ. ഇനി അവരുടെ വേറൊരു കാര്യം നോക്കിയോ രാജേഷ്, എല്ലാ സുഖസൗകര്യങ്ങളോടും ജീവിക്കുന്ന ഈ പറയുന്ന വലിയ ഉദ്യോഗസ്ഥർ അവരെ ജീവിതകാലം മുഴുവൻ അവരുടേതായ സുഖത്തിലാണ് സർവീസിലിരിക്കുമ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെല്ലാം പെൻഷൻ കൂടുതൽ. പിന്നെ ഈ പറയുന്ന സാധാരണക്കാരൻ എന്നും മുണ്ടുമുറുക്കി എടുക്കുന്നതിനും പെൻഷൻ എത്രയാണ്, ഇവർക്ക് കിട്ടുന്ന പെൻഷൻ എത്രയാണ്? അപ്പൊ അവൻ എന്നും സുഖസൗകര്യത്തിൽ തന്നെ ജീവിക്കുക. ഇത്തരം അനീതികൾക്കെതിരെയുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഈ സോഷ്യലിസവും മാർക്സിസവും കോൺഗ്രസും ഗാന്ധിസവും എന്നൊക്കെ പറയുന്നത്. ഈസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ആലോചിക്കുന്നില്ല. ഇവിടെ സാധാരണക്കാരനെ അഡ്രസ് ചെയ്യുന്ന ഒരു പദ്ധതിയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ സർക്കാർ ജീവനക്കാരന് പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ പിന്നെ ന്യായമായ അവകാശമാണ് എന്ന് പറയുന്നത് ശരിയാണ്, ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ ഒരാളിന് അദ്ദേഹം സർവീസിലിരിക്കെ മേടിച്ച പൈസയുടെ ഇരട്ടി പൈസ വരെ പെൻഷൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വേറെ വലിയ പ്രശ്നമുണ്ട്, അസമത്വങ്ങൾ ഉണ്ടാകുന്നു.
അതന്നെ പറഞ്ഞേ. അല്ല ഞാൻ പറഞ്ഞ ജീവിതകാലത്ത് അവർക്ക് എപ്പോഴും ഒരു കുഴപ്പമില്ല. ഇത് ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇങ്ങനെ ജീവിക്കാം. മണ്ണി പണിയെടുക്കുന്ന കർഷകർ 1600 രൂപയുള്ളൂ ഇപ്പോഴും. അത് കൃത്യമായി കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയം എന്ന് പറയുമ്പോൾ ഇപ്പം KSEBിയിലുള്ള ഒരു ഡ്രൈവറെ എനിക്കറിയാം. അദ്ദേഹം ഏതാണ്ട് 10-30 വർഷമായിട്ട് KSEBിയിൽ ഡ്രൈവറാണ്. അപ്പോൾ അത് പലപ്പോഴും അവധിയാണ് പുള്ളി, ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പുള്ളി ഡ്രൈവർ പോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളം എത്രയാണെന്ന് അറിയാം, 80,000 രൂപയാണ്. അപ്പോൾ ഒരു ശരാശരി ഇപ്പം സ്വിഫ്റ്റ് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് എത്ര പൈസ? 800 രൂപയാണ്. 750-800 രൂപയാണ് ഒരാൾക്ക് സ്വിഫ്റ്റ് ഡ്രൈവർക്ക് കൊടുക്കുന്ന ശമ്പളം. യഥാർത്ഥത്തിൽ 1000 രൂപ കൊടുത്താൽ പോലും KSEBിയിലെ ഡ്രൈവർക്ക് 1000 രൂപ കൊടുത്താൽ പോലും എത്ര പൈസയാവുള്ളൂ? 4 ഞായറാഴ്ച കൂടി ഒഴിച്ചു നിർത്തിക്കാൻ എത്ര പൈസയാവും? അതെ, 26,000 രൂപയാവുള്ളൂ. അപ്പം മറ്റ് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുകയും വേണ്ട. അപ്പം നേരത്തെ ജീവനക്കാരെ നിങ്ങൾ ഇത്തരത്തിൽ അവഗണിക്കുകയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നയങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് മാത്രമേ ഇത്തരം ആനുകൂല്യങ്ങൾ ഉള്ളൂ എന്ന് ആലോചിക്കണം. മറ്റുള്ള ആളുകൾക്ക് ആർക്കാണ് ഈ ആനുകൂല്യങ്ങൾ എന്ന് ചോദിക്കും. മറ്റുള്ളവരും ജോലി തന്നെയാണ് ചെയ്യുന്നത്, സർക്കാർ സർവീസിലല്ലാന്നേ ഉള്ളൂ. സർക്കാർ സർവീസിലുള്ളവർ എത്രത്തോളം ജോലി ചെയ്യുന്നു എന്നുള്ളത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടിയുണ്ട്. എത്ര പേര് ജോലി ചെയ്യപ്പെടില്ലല്ലോ. അപ്പം സർക്കാർ ചെയ്യപ്പെടാൻ പറ്റില്ലല്ലോ, കാരണം ഇവരുടെ ആളുകൾ തന്നെയാണല്ലോ ഇതെല്ലാം. അപ്പൊ സർക്കാർ സർവീസിൽ യൂണിയൻ ഉണ്ട്, പിന്നെ ശക്തമായ സംഘടനകളുണ്ട്, എല്ലാ ആളുകളെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം കേരള അഡ്മിനിസ്ട്രേറ്റീവ് പിന്നെ ഇതിലേക്ക് കുറെ ആളുകളെ എടുത്തു. ഇപ്പം IAS പകരം കേരളത്തിൽ അങ്ങനെ KS. ഈ KSലുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ജോലി, എന്താണ് അവരുടെ ഉത്തരവാദിത്തത്തിനെ കുറിച്ചിട്ട് ഇപ്പോഴും ധാരണയില്ല. അവർ ഓരോ ഓഫീസിലും പേരും വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മറ്റൊരു വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ നേരിട്ട് വന്ന് ഇത്തരം പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ജോലി അറിയില്ല, ജോലി പഠിപ്പിച്ചു കൊടുക്കാൻ മറ്റുള്ള സഹപ്രവർത്തകർ തയ്യാറുമല്ല. കാരണം അവർ നേരിട്ട് വന്ന ഇത്തരത്തിൽ വീണ്ടും ദുഷ്ചെലവുകൾ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തികമായി അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള അച്ചടക്കവും പാലിക്കാൻ നമ്മളുടെ ഓർമ്മയിലുള്ള ഒരു സർക്കാരുകളും തയ്യാറായിട്ടില്ല. അതാ പറഞ്ഞേ, എല്ലാവരും അവരെ പേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എല്ലാ ഭരണാധികാരികളും. അതിനൊരു കൃത്യമായ ഓഡിറ്റ് നടത്തി ഇത്തരം ദുർച്ചെലവുകളെ കുറിച്ച് ആലോചിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നിടത്തോളം കാലം ഈ പല്ലവി അങ്ങ് തുടരുകയുള്ളൂ. സർക്കാർ വന്നാലും ഇനി അടുത്ത കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തിട്ടൊന്നും ഈ സമര നാടകങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ ടേമോടുകൂടി അവസാനിക്കും. കാരണം അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട് പബ്ലിക്കും അവെയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പബ്ലിക്കിന് നല്ല അവയർനെസ് ഉണ്ട് ഇപ്പം. പഴയ പോലെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാർത്താ സംവിധാനങ്ങളൊക്കെ വളരെ ദുർബലമായിരുന്ന ഒരു കാലത്ത് നമുക്ക് പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറും ടെലിവിഷൻ ചാനലൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ പല രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാൻ വരും. ഇന്ന് അതല്ല. ഇന്ന് സോഷ്യൽ മീഡിയയും മറ്റ് എല്ലാ തരത്തിലുള്ള മീഡിയയും വളരെ ശക്തമായിരിക്കുന്ന കാലം. ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുന്നു. ആ വിവരാവകാശ രേഖയിലൂടെ നമുക്ക് പല രേഖകളും കിട്ടും. പല രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് വീണ്ടും പഴയ പല്ലവിയായിട്ട് വരുന്നത്. 40 വർഷം കേന്ദ്രത്തിനെതിരെ സമരം വേണേൽ നടത്തിക്കോട്ടെ, പക്ഷെ ആദ്യം ഇവര് നന്നാകണ്ടേ. അത് ഈ പറയുന്ന ആളുകളല്ല ഇപ്പൊ വിമർശിക്കുന്ന പ്രതിപക്ഷവും അവർ മുന്നേ ഭരിച്ചിട്ടുണ്ടിരുന്നവരാണ്. ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും അനാവശ്യമായി ഇതെല്ലാം മാറ്റി സ്വസ്ഥമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂ. ഞാൻ ഒറ്റ കാര്യം ചോട്ടെ, ഇപ്പൊ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 8 വർഷമാവാണ് ഇല്ലേ? ഈ 2 മാസം കൂടി കഴിഞ്ഞാൽ 8 വർഷമാവും. ഈ 8 വർഷമായിട്ടും നികുതിയേതര വരുമാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ ഇവിടെ വരുമാനം ഉണ്ട് എന്ന് പറയുന്നത് പെട്രോളിലൂടെ നമുക്ക് വരുമാനമുണ്ട്, പിന്നെന്താണ് മദ്യത്തിലൂടെ വരുമാനമുണ്ട്, ലോട്ടറിയുടെ വരുമാനമുണ്ട് എന്ന് പറയുന്നു. ഇപ്പം ലോട്ടറിയൊക്കെ വിറ്റിട്ട് എത്രത്തോളം സർക്കാർ പൈസ ഉണ്ടാക്കുന്നു. അപ്പം മദ്യത്തിലൂടെ വലിയ തുക നമുക്ക് വരുന്നുണ്ട്. എന്നിട്ട് പോലും ഇതൊക്കെ നഷ്ടത്തിലാണ്. ഇപ്പം നമ്മുടെ KSEBിൻ്റെ കാര്യം നേരത്തെ സംസാരിച്ചു. KSEB യഥാർത്ഥത്തിൽ വലിയ ലാഭകരമായി പോകുന്ന സാഹചര്യമുള്ള സ്റ്റേറ്റാണ് നമ്മുടെ. പക്ഷേ എന്താ നിർഭാഗ്യവശാൽ ഏറ്റവും നഷ്ടത്തിൽ പോകുന്ന സ്ഥാപനം, ഏറ്റവും വലിയ ബാധ്യതയായി മാറിയിരിക്കുന്ന സ്ഥാപനം KSEB ആണ്. ഇത് ഈ പറഞ്ഞ പോലെയാണ് രാജേഷ് ഇപ്പം മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മദ്യം ധാരാളമായി വിൽക്കുക, എന്നിട്ട് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ ആ പൈസ എടുത്തിട്ട് മുക്തി നടത്തുക. ഇതൊക്കെ എന്ത് തമാശകളാണ്. ഒരു സ്റ്റേറ്റ് മദ്യം വിൽക്കുന്നില്ലല്ലോ, മദ്യം ഡയറക്റ്റ് ആയിട്ട് ആരും വിൽക്കുന്നില്ല. നമ്മുടെ സർക്കാർ മാത്രമാണ് ലോട്ടറി നടത്തുന്നുള്ളൂ. ഇന്ത്യയിൽ വേറെ ആരും ഇപ്പൊ ലോട്ടറി നടത്തുന്നത്. നേരത്തെ പലരും നടത്തിയിരുന്നു, ഇപ്പൊ ലോട്ടറി ആരും നടത്തുന്നില്ല. ഈ 2 അധാർമികതയും നടത്തുന്ന ആരാണ്? നമ്മുടെ സർക്കാരാണ്. എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ ഈ ലോട്ടറി എന്ന് പറയുന്നത് ശരിക്കും വഞ്ചനയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി മിനിമം 350-400 രൂപ ലോട്ടറി എടുക്കുന്നുണ്ട്. നമ്മൾ അത്ഭുതപ്പെടും. കാരണം കഴിഞ്ഞ ദിവസം 10 കോടി രൂപ അടിച്ചു ഒരു ഓട്ടോ തൊഴിലാളിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി എല്ലാ ഓട്ടോക്കാരനും കിട്ടുന്ന പൈസക്ക് ലോട്ടറി എടുക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇങ്ങനെ ആളുകളെ വഞ്ചിച്ചും പോക്കറ്റ് അടിച്ചും ഒക്കെ ഉണ്ടാക്കുന്ന പൈസ പോലും എവിടെയാണ് പോകുന്നത് എന്നുള്ള വലിയ വിഷയമുണ്ട്. ഇപ്പൊ KSRTCക്ക് നമ്മളിങ്ങനെ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്.
വെള്ളത്തിലിടുന്ന പോലെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിയാൻ എല്ലാ തവണയും പുതിയ വണ്ടികൾ വന്നു. പുതിയ വണ്ടി പഴയ വണ്ടികളെല്ലാം കട്ടപ്പുറത്തിരിക്കുന്നത് നന്നാക്കാനോ അതിനെക്കുറിച്ചുള്ള ആലോചനകളൊന്നും നടക്കുന്നില്ല. അതിന്റെ ഭരണപരമായ ഒരു നടത്തിപ്പ്. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, നമ്മളാകെ പ്രതിസന്ധിയിലാണ് എന്ന്. ഇപ്പം ഞാൻ ഈ തമാശ പറയും, ചില ആളുകളുണ്ട് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി എന്താ പറയും, പക്ഷേ അവരുടെ വീട്ടിൽ കല്യാണം, ചോറൂണ്, മറ്റേന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷത്തോടെയാണ് നടത്തുന്നത്. എല്ലാ വർഷവും കല്യാണങ്ങളുണ്ടാവും. 3 പെൺകുട്ടികളുടെ 3 കൊല്ലങ്ങൾ 3 കല്യാണം, എന്നിട്ട് അവരുടെ കുട്ടികളുടെ ചോറൂണ്, മറ്റേന്നൊക്കെ പറഞ്ഞ് ചടങ്ങുകളാണ്. എന്നിട്ട് പിന്നെയും പറയുന്ന വലിയ കടത്തിലാണെന്ന് പറയും. എന്നാൽ പിന്നെ ഇതങ്ങ് ആഡംബരങ്ങൾ കുറക്കണം. ഇത് തയ്യാറുമല്ല. അത് നമ്മളെ നാട്ടുകാരുടെ മുന്നിൽ മോശമാകുമെന്നുള്ള ഭയമാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ നമുക്കറിയാം, കുറേ ആളുകൾ ആത്മഹത്യ ചെയ്തപ്പോൾ പറഞ്ഞു ഈ കാർഷിക ലോൺ എടുത്തിട്ട് അടക്കാൻ പറ്റാതെ വന്നപ്പോൾ കുളിച്ചില്ലേലും ചില സാധനങ്ങൾ അത് തന്നെ കാണിച്ചു. ഈ സർക്കാരിന് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കാൻ പറ്റുന്നതിനെ കുറിച്ച് സത്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഈ ആശങ്ക യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഈസ്റ്റർ ദിനത്തിൽ ജനങ്ങളുമായി പങ്കുവെക്കുന്നത് അല്ലാതെ നമ്മൾ ആശങ്കപ്പെടേണ്ട, അവരാശങ്കപ്പെടില്ല. കാരണം ഇതിന്റെയൊക്കെ പാപഫലം ഏറ്റെടുക്കേണ്ടി വരും നമ്മളെ പല സാധാരണക്കാരാണ്. അല്ലാതെ പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആശങ്കയില്ല. അവന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുള്ളതുകൊണ്ട് അവനിപ്പോ വീട്ടു ടാക്സ് നേരെ ഇരട്ടിയായി, കറണ്ട് ചാർജ് നേരെ ഇരട്ടിയായി, അവനത് ബാധിക്കില്ല. നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മൾ 1000 രൂപ നമ്മുടെ ബഡ്ജറ്റിൽ കൂടുമ്പോൾ നമുക്ക് വലിയ ആശങ്കയാണെന്ന്. അതാ പ്രശ്നം. നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് വലിയ ആശങ്കയുണ്ടാകുന്നു. ഇതുകൊണ്ട് നമ്മളിത് സംസാരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മളിത് ആലോചിക്കുന്നത് നമ്മൾ ഒരു പ്രത്യാശയുടെ ദിനങ്ങളാണെന്ന് അതുകൊണ്ട് ആലോചിച്ച് പോയതാണ്. ഇത്രയും നേരം സംസാരിച്ചത് അതുകൊണ്ടാണ്.